ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റീൽ ഗ്ലാസ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതുപോലൊരു സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. മാത്രമല്ല നമ്മുടെ അടുക്കള ഭാരം ഒരു പരിധി വരെ കുറക്കാനും ഇതുകൊണ്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലുള്ള സ്റ്റീൽ ഗ്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തതിന് ശേഷം ആ ഒരു ബൗളിലോട്ട് ഈ ഒരു ഗ്ലാസ് ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ എടുക്കുന്ന ബൗളിന്റെ സെൻട്രലായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഞാൻ എടുക്കുന്നത് ഓറഞ്ച് ആണ്. ഈ ഒരു ഓറഞ്ച് നമുക്ക് നേരെ ഹാഫ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ഓറഞ്ചിന്റെ ഹാഫ് എടുത്തതിന് ശേഷം ഇതുപോലെ ആ ഒരു ഗ്ലാസിന്റെ ബാക്ക് സൈഡിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ ജ്യൂസ് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേറെ സ്ക്യൂസറോ അല്ലെങ്കിൽ ജ്യൂസ് മെഷീനോ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഗ്ലാസ് കൊണ്ട് ജ്യൂസ് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോഴാണെങ്കിൽ നോമ്പും പിന്നെ അതുപോലെ തന്നെ ചൂടൊക്കെ കൂടി വരുന്ന സമയമാണ്. അപ്പോൾ ഇതുപോലെ ജ്യൂസൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സ്റ്റീലിന്റെ ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഒട്ടും തന്നെ വേസ്റ്റ് ആക്കാതെ അതിൽ നിന്ന് പരമാവധി ജ്യൂസ് നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലോട്ട് ഇഞ്ചിയാണ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇഞ്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലൊരു ചപ്പാത്തിക്കോലാണ്. ചപ്പാത്തിക്കോല് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും, അതുകൊണ്ടാണ് ചപ്പാത്തിക്കോല് തന്നെ എടുത്തിട്ടുള്ളത്. ഇനി ഇതുകൊണ്ട് ഗ്ലാസിന്റെ ഉൾഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇഞ്ചിയൊക്കെ ചതച്ചെടുക്കാനായിട്ട് പറ്റും. പുറത്തേക്കൊന്നും ഒട്ടും തെറിച്ചു പോകുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ ചതച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഇടിക്കലൊക്കെ വെച്ച് ചതച്ചെടുക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് പുറത്തേക്ക് തെറിക്കാറുണ്ടല്ലേ. അപ്പൊ ഇതുപോലെ നമ്മൾ ഗ്ലാസ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇതുപോലെ ചപ്പാത്തിക്കല്ലൊക്കെ വെച്ചിട്ട് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചതച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കാനായിട്ട്. അതിന്റെ സ്മെല്ല് നന്നായിട്ടുണ്ടാവും. അപ്പൊ നന്നായിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ടേക്ക് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണോളം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ അത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്താണ്. ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കുന്ന വെള്ളത്തിലോട്ട് കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ആ ഒരു ഇടിയപ്പം ആയാലും അല്ലെങ്കിൽ പത്തിരി ആയാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി ഈ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പത്തിരി ആയാലും ശരി അല്ലെങ്കിൽ ഇടിയപ്പം ആയാലും ശരി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പൊ ഈ ഒരു ചൂടിൽ നമ്മൾ കൈയൊക്കെ വെച്ചിട്ട് കുഴച്ചെടുക്കുന്ന ടൈമിൽ കൈയൊക്കെ നന്നായിട്ട് പൊള്ളും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണ് ഇത് കേട്ടോ. ഇതുപോലെ ഈ ഒരു സ്റ്റീലിന്റെ ഗ്ലാസ് വെച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പത്തിരി ആയാലും ഇടിയപ്പം ആയാലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല സോഫ്റ്റ് ആവും ഈ ഒരു മാവ്. അങ്ങനെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു മാവ് കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്. ഞാൻ വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ കുഴിഞ്ഞ് താഴോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. അത്രയും സോഫ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള മാവ് വെച്ചിട്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പിഴിയാനായിട്ട് അധികം ബലം കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എപ്പോഴും നമുക്ക് ഇടിയപ്പം പിഴിയാനായിട്ട് കഷ്ടപ്പാട് തോന്നുന്നത് നമ്മുടെ മാവ് സോഫ്റ്റ് ആവാതെ ഹാർഡായിട്ട് ഇരിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് അത്രയും ഫോഴ്സ് കൊടുത്തിട്ട് വേണം ഈ ഒരു മാവ് പിഴിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് വലിയ ബലം കൊടുക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു മാവ് പിഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല സ്മൂത്തും ആണ്, നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ചൂടോട് കൂടി കുഴച്ചെടുത്തുകൊണ്ടാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ട് വന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രസ് ചെയ്യുന്ന ടൈമിൽ എവിടെയും ആ ഒരു മാവ് മുറിഞ്ഞു പോവോ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുക്കളയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. മുട്ടയുടെ തൊണ്ടൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് ഇതുപോലെ ആ ഒരു മുട്ട ഗ്ലാസ്സിലോട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ ആ ഒരു തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ടു കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഒട്ടിപ്പിടിച്ച് ആ ഒരു തൊണ്ടൊക്കെ ഒന്ന് ഇളകിപ്പോയിക്കോളും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ ഇതുപോലെ മെഴുക്ക് വരട്ടിക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുമ്പോൾ കത്തിയൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. ഇതുപോലെ സൈഡ് ഭാഗം മൂർച്ചയുള്ള ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു അത്യാവശ്യ ഘട്ടത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഒരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്.
നമ്മൾ സ്നാക്സിനൊക്കെ ആയിട്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ പുഴുങ്ങിയിട്ട് ഉടച്ചെടുക്കാറുണ്ട്. അങ്ങനെ ഉടച്ചെടുക്കാനായിട്ട് ഇതേ ഒരു ഗ്ലാസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഇതുപോലെ ഉടച്ചെടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള പഴയ ഗ്ലാസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ പഴയ സ്റ്റീലിന്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ സ്പൂണൊക്കെ ഇട്ട് വെക്കാനുള്ള നല്ലൊരു സ്പൂൺ ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. സ്റ്റീലിന്റെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ സ്പൂണൊക്കെ കഴുകിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്താലും ഒരു പ്രശ്നമില്ല. സ്റ്റീലിന്റെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഉൾഭാഗം വൃത്തികേടായും തോന്നുകയാണെങ്കിൽ ഈസി ആയിട്ട് കഴുകിയെടുത്ത് പിന്നെയും റീയൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ സ്റ്റീലിന്റെ പഴയ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. ഇത് നമുക്ക് പഴയ ഗ്ലാസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് തന്നെയാണ്. അതിനായിട്ട് ഞാൻ ഇതിലോട്ടേക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലോട്ടേക്ക് ഞാൻ മണി പ്ലാന്റ് ആണ് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ പഴയ സ്റ്റീലിന്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അടുത്ത ടിപ്പും പഴയ സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് തന്നെയാണ്. അതിനായിട്ട് ഞാൻ പഴയൊരു സ്റ്റീൽ ഗ്ലാസ്സും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോക്സും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പഴയ സോക്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. അതായത് പഴയതും പിന്നെ അതുപോലെ തന്നെ പേരൊക്കെ മിസ്സായതുമായിട്ടുള്ള സോക്സ് ഒക്കെ നമുക്ക് ഇതിലോട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഈ ഒരു സോക്സിന്റെ ഉള്ളിലോട്ട് ഗ്ലാസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബാലൻസ് വന്ന ആ ഒരു സോക്സിന്റെ ബാക്കി ഭാഗം ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് കടത്തി കൊടുക്കുകയാണ്. ഇപ്പൊ ഇത് നമുക്ക് നല്ലൊരു പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഫ്ലവറോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ എന്റെ കയ്യിലെ ചെറിയൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നത്. ഇപ്പൊ ഇതാ കണ്ടില്ലേ, നമ്മുടെ വീടായാലും റൂമായാലും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തെടുത്തതെന്ന് ആരും പറയില്ല കേട്ടോ. നമ്മൾ ഇതുപോലെ സോക്സ് ഒക്കെ ഇട്ടിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ പഴയ യൂസ് ചെയ്യാത്ത സ്റ്റീൽ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.